കർത്താവേ അരുളിച്ചെയ്താലും വാത്സല്യ മക്കളെ, എൻ്റെ സമാധാനം നിങ്ങൾക്കുള്ള എൻ്റെ വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. അത് നൽകുന്ന എനിക്കും സ്വീകരിക്കുന്ന മക്കൾക്കും ഊഷ്മള അനുഭവമായിരിക്കും. വലിയ വലിയ വില കൊടുത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നേടിയതാണ് എൻ്റെ സമാധാനം. ജീവിത പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ എന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് നൽകുന്ന എൻ്റെ സമ്പൂർണ്ണ സ്നേഹമാണ് ദിവ്യ സമാധാനം. മക്കളെ, അത് ലോകത്തിന് തരാൻ കഴിയാത്ത അമൂല്യ ദാനമാണ്. ലോകത്തിൻ്റെ സമൃദ്ധിയിലും കംഫർട്ട് സോണിലുമൊക്കെ ആയിരിക്കുമ്പോൾ നീ എൻ്റെ സമാധാനം അന്വേഷിക്കാറില്ല, ശരിയല്ലേ? അപ്പോൾ എൻ്റെ സമാധാനം ആവശ്യമുള്ളതും വിലപ്പെട്ടതുമായി നിനക്ക് തോന്നാറുമില്ല. ജീവിത പ്രതിസന്ധികളിൽ സമാധാനം തേടി നീ പലയിടത്തും അലയുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റർടൈൻമെന്റ്, ലഹരി, ദുഷ്ടന്മാരുടെ ആലോചനകൾ, പരിഹാസികളുടെ വഴി, അങ്ങനെ പല മിഥ്യാസങ്കേതങ്ങളിൽ നീ മനസ്സുറപ്പിക്കാറുണ്ട്. ശലോമോൻ പറഞ്ഞതുപോലെ അതൊക്കെ വെറും മായയാണ് കുഞ്ഞെ. കാറ്റിനെ പിടിക്കാനുള്ള വിഫല ശ്രമങ്ങൾ. അതിനൊന്നിനും ശാശ്വത സമാധാനം നൽകാൻ കഴിയില്ല. നിന്റെ ജീവിതം പ്രതിസന്ധികളുടെ വൻ ചുഴിയിലാകുമ്പോൾ, എല്ലാ സാധ്യതകളും അടയുമ്പോൾ എൻ്റെ സമാധാനം നീ അന്വേഷിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സമാധാനം നിന്റെ ആത്മശരീര മനസ്സുകളിലേക്ക് പകരും. അത് ലോകം നൽകുന്ന സന്തോഷത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വിസ്മയമായ ആത്മഹർഷമായിരിക്കും അത്. ഒരുപക്ഷെ ഈ സമാധാനം നീ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അനുഭവിച്ചിട്ടുമുണ്ടാവില്ല. കുഞ്ഞെ, പാപം വാഴുന്ന ലോകത്തിൽ ദുരന്തങ്ങളും പ്രതികൂലതകളും തീർച്ചയായും നീ പ്രതീക്ഷിക്കണം. ദിവസവും അതിനുള്ള സാധ്യതകൾ നിന്റെ മുമ്പിൽ അനവധിയായിരിക്കും. നെടുവീർപ്പും കണ്ണുനീരുമില്ലാത്ത ശാശ്വത നാട്ടിൽ എത്തുന്നതുവരെ പാപത്തിൽ വീണുപോയ ഈ ലോകം നിനക്ക് തരുന്ന ദുഃഖങ്ങളൊക്കെ നീ അനുഭവിച്ചേ പറ്റൂ. നീ തനിച്ചല്ല, ഞാനും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ ലോകത്തെ ജയിച്ചതുകൊണ്ട് ലോകത്തിലെ കഷ്ടതകളെ എൻ്റെ മക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കഷ്ടതകളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് പകരം എൻ്റെ സമാധാനത്തിൽ അടിസ്ഥാനമുറപ്പിച്ച മനസ്സുമായി എല്ലാ പ്രതികൂലതകളെയും നേരിടണം. ഇല്ല, നീ ഒരിക്കലും തോറ്റുപോവില്ല. ഞാനല്ലേ കൂടെയുള്ളത്. ഞാൻ നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഒരു ശക്തിക്കും ഒരു ദുരന്ത അനുഭവങ്ങൾക്കും പ്രതികൂലമാകാൻ കഴിയില്ല കുഞ്ഞെ. ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്ന മക്കൾക്കാണ്
ഞാൻ എൻ്റെ സമാധാനം നൽകുന്നത്. സഹോദരങ്ങളുടെ ജീവിതത്തിൽ മുള്ളും മുറിവും അശാന്തിയും നൽകുന്നവർ എൻ്റെ സമാധാനത്തിന് അർഹരല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതയുടെയും അശാന്തിയുടെയും തീ കൊളുത്തിയിട്ട് സമാധാനമായി ജീവിക്കാമെന്ന് പല മക്കളും ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും സാധ്യമാവില്ല കേട്ടോ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഊരിയാവിൻ്റെ ജീവിതത്തിലേക്ക് ദാവീദ് ഒരു വാൾ എറിഞ്ഞപ്പോൾ പ്രതികാരത്തിൻ്റെയും മരണത്തിൻ്റെയും അനേകം വാളുകൾ ദാവീദിൻ്റെ ജീവിതത്തിലേക്കും തലമുറകളിലേക്കുമൊക്കെ മടങ്ങി വന്നത്, പ്രതികാരദാഹത്തോടെ മടങ്ങി വന്നത് മക്കൾ ഓർക്കണം, ഓർമ്മയുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതബോധവുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു വാക്കും മക്കളിൽ നിന്നുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്റെ സഹോദരങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ സൃഷ്ടികളാണ്. അവരുടെ വേദന എൻ്റെയും വേദനയാണ്. അത് നീ എപ്പോഴും ഓർക്കണം. നിന്റെ മക്കളെയും ജീവിത പങ്കാളിയെയും സഹോദരങ്ങളെയും നീ സമാധാനത്തിൽ ഉറപ്പിക്കുമ്പോൾ ഞാനും നിന്നെ നിത്യ സമാധാനത്തിൽ ഉറപ്പിക്കും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന ഭാഗ്യമുള്ളവർ. അവർക്ക് ശാശ്വത സമാധാനം ഞാൻ ഉറപ്പുവരുത്തും. സഹോദരങ്ങളുടെ ഉള്ളം തണുപ്പിക്കുന്നവർക്ക് തണുപ്പ് ലഭിക്കും. യാക്കോബ് 1-ാം. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. യോഹന്നാൻ 16-ാം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.